നമസ്കാരം. കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ ഇരിക്കുന്ന അവതാരങ്ങളുടെ സംഘി വിധേയത്വം തെളിയിക്കുന്ന ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ന്യൂസ് 18 ചാനൽ എന്ന് കേൾക്കുമ്പോഴേ അറിയാലോ, അംബാനി ചാനലാണ്. അംബാനിയുടെ ചാനൽ എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ അടിമയാണ്, സംഘപരിവാറിന്റെ പാദസേവകരാണ് അതിനകത്തുള്ളവരെന്നറിയാം. എന്നിരുന്നാലും സ്വയം നിഷ്പക്ഷർ ചമഞ്ഞ് നടക്കുന്ന ഇവർ എങ്ങനെയാണ് ചർച്ചകൾക്ക് ശേഷം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാർത്തകളുടെ ക്യാപ്ഷൻ മാറ്റി എഴുതിക്കൊണ്ട് സംഘപരിവാറുകാർക്ക് ബൂസ്റ്റപ്പ് കൊടുക്കുന്ന പരിപാടി നടത്തി വരികയാണ്. അതാണ് കഴിഞ്ഞ ദിവസം സീപ്ലെയിനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ CPM-ൽ നിന്ന് ആരും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് LDF-ൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇവർക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നിർമ്മിച്ചെടുത്ത് പ്രചരിപ്പിക്കണമല്ലോ, പലയിടങ്ങളിലും കൊണ്ടു നടന്ന് ആഘോഷിക്കാനായിട്ടുള്ള എലമെന്റ്സ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ നിർമ്മിച്ചു കൊടുക്കണം. അതാണ് ഈ അംബാനി ചാനലായിട്ടുള്ള ന്യൂസ് 18 എന്ന സംഘപരിവാർ ചാനലിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള AH ഹഫീസിനെ ഇവർ ഇന്നലെ സീപ്ലെയിൻ ചർച്ചയ്ക്ക് വിളിച്ചത്. ആ ചർച്ച നയിച്ചത് മഞ്ജുഷ് ഗോപാലാണ്. പിന്നെ പറയണ്ടല്ലോ, മഞ്ജുഷ് ഗോപാൽ എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് സംഘിയാണ്. നേരത്തെ കോൺഗ്രസ്സുകാരനായിട്ട് അഭിനയിച്ച് നടന്നു. കോൺഗ്രസ്സുകാരുടെ പൃഷ്ഠം താങ്ങി നടന്നതിന് ശേഷം ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമൊക്കെ നടത്തിയെങ്കിലും അത് KC വേണുഗോപാൽ അട്ടിമറിച്ചതോടുകൂടി അദ്ദേഹം നേരെ സംഘിപ്പാളയത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് സംഘപരിവാർ ചാനലിലേക്ക് കോൺഗ്രസ്സുകാരനായിട്ടുള്ള മഞ്ജുഷ് ഗോപാലിന്റെ പരിവർത്തനം ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ഇപ്പോൾ സംഘികൾക്ക് വേണ്ടി വിടുപണി എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ചാനൽ ചർച്ചയിൽ സീപ്ലെയിനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർക്കും സംഘികൾക്കും വായ്ത്താരി ഇടാനുള്ള ക്യാപ്സ്യൂൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി ചാണ്ടി ഉമ്മനെയും ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞാൽ മഞ്ജുഷ് ഗോപാലിനെ സംബന്ധിക്കുന്നിടത്തോളം സ്വന്തം ഗോഡ് ഫാദർ ആണ്. അതായത് ഫാദറിനേക്കാളും വലിയ ഗോഡായിട്ടാണ് ശ്രീജിത്ത് പണിക്കരെ കൊണ്ടു നടക്കുന്നത്. കാര്യം ഈ മേഖലയിലൊക്കെ ഇനിയും കടിച്ചു പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗോഡ് ഫാദർമാരെ കൊണ്ടുവന്നിരുത്തി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചാനലിന് ഗുണമുണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ വളച്ചൊടിച്ച് നിർമ്മിക്കണം. അങ്ങനെയാണ് ഇന്നലത്തെ ചാനൽ ചർച്ചയിലൂടെ തന്നെ തിലോപ്പി നിരീക്ഷകനായി മാറിയിട്ടുള്ള ശ്രീജിത്ത് പണിക്കരെ കൊണ്ടിരുത്തി ഈ ചാനൽ ചർച്ച നടത്തി. ഹഫീസ് ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിൽ കയറി ഇടപെട്ട് ഈ ചർച്ചയെ വല്ലാതെ അലോസരപ്പെടുത്താനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ടായിരുന്നു? മഞ്ജുഷ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയെന്നൊരു ചെറിയ ദൃശ്യം കാണിച്ചു തരാം. അവിടുത്തെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്കല്ല അങ്ങനെ ഒരു വിമാനം ഇറത്തി ഇപ്പോൾ വേമ്പനാട്ടുകായലിൽ കുഴപ്പമില്ല. അല്ല, എന്റെ മഞ്ജുഷ, നിങ്ങൾ ഒന്നുകിൽ 2013 വേമ്പനാട്ടുകായലിൽ കുഴപ്പമുണ്ട്. അല്ല, ആ വേമ്പനാട്ടുകായൽ നിന്ന് പറന്നു വരുന്ന മാട്ടുപ്പെട്ടി ഡാമിലാണ് ഇറങ്ങിയിരിക്കുന്നത്, അല്ലാതെ മത്സ്യത്തൊഴിലാളികൾ കക്കവാരത്തിലേക്കല്ല. ടൂറിസം വകുപ്പിന്റെ റിലീസ് വായിച്ചു നോക്കൂ, അതിനകത്ത് കൃത്യമായിട്ട് ഏതെല്ലാം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സീപ്ലെയിൻ സർവീസ് എന്ന് പറയുന്നത്. അതൊരു പരീക്ഷണ പറക്കൽ മാത്രമായിരുന്നു കൊച്ചിക്കായലിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക്. എന്റെ മഞ്ജുഷ, നിങ്ങൾ കാണിക്കാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ സമാധാനപരമായി മറുപടി ഇറങ്ങിയല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങ് ഇറങ്ങി അവരുടെ കൂടെ കണ്ടല്ലോ. ഇങ്ങനെ ചാനൽ ചർച്ച എല്ലാം പുരോഗമിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പലതിനും മറുപടി കൊടുത്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് യൂട്യൂബിലേക്ക് ഇടും. എങ്ങനെ? ഈ ഹഫീസ് കൊടുത്ത മറുപടികളെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതാ ശ്രീജിത്ത് പണിക്കരുടെ തഗ് ഡയലോഗ് ഹഫീസിനെ പരിഹസിച്ചു, ഹഫീസിനെ തേച്ചൊട്ടിച്ചു എന്ന രീതിയിലെല്ലാം ക്യാപ്ഷൻ കൊടുത്ത് യൂട്യൂബിലേക്ക് അങ്ങ് എടുത്തിടുകയാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും അതിനെ സംബന്ധിച്ച് തനിക്ക് നിരവധി ഫോൺ കോളും വന്നപ്പോൾ നേരെ ഹഫീസ് ആരെ വിളിച്ചു? ഈ അവതാരകനെ നേരിട്ട് വിളിച്ചു. ഒരുമാതിരി തുമ്പാവാ അമ്പൽ അമ്പൽ ആ പരിപാടി കാണിക്കരുതെന്ന് ആര് പറയാണ്? ഹഫീസ് പറയുകയാണ്. ആ പറഞ്ഞ വാചകത്തിന്റെ എന്ത് പുറത്തേക്ക് വന്നു? ടെലിഫോൺ സംഭാഷണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് കേട്ടെ. മഞ്ജുഷ, ഒരു അതിഥിയോട് ചെയ്യുന്ന സാമാന്യ മര്യാദ ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. അത് ആ ഹെഡിങ്ങൾ ഓരോ വീഡിയോകൾ ഇടുമ്പം ഹഫീസിനെ കളിയാക്കി ശ്രീജിത്ത് പണിക്കർ ഒരു ഹെഡിങ്ങളാണ്. അടുത്തത് അതായത് പിന്നെ വേറൊന്നിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് സീപ്ലെയിൻ. ഞാൻ കൃത്യമായി കൊടുത്ത മറുപടികളല്ല, അതിന് പകരം കൃത്യമായി സീപ്ലെയിൻ ന്യായീകരണങ്ങളുമായി ഹഫീസ് അന്നത്തെ സീപ്ലെയിൻ അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ മറുപടികൾ വേറെയാണ്. ആ സീപ്ലെയിനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് മറുപടിയായിട്ട് റെക്കോർഡ് ചെയ്ത് വിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. മാന്യമായ ഗണ്ടിക്ക് തിരുത്തും. മഞ്ജുഷിനെ ചീത്ത വിളിച്ചതോടുകൂടി എന്റെ പോസ്റ്റ് ഞാൻ പറഞ്ഞത് മഞ്ജുഷ് ഭാവമാണെന്ന് ആ കമന്റ് ഇന്ന് രാത്രി തന്നെ ഇട്ട് ഞാൻ നോക്കണം. ഇന്ന് നേരം വെളുത്തപ്പം എന്നെ ഒരു 40 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട്. അതിന്റെ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ട് തരാം. ഇങ്ങനെയാണ് ഇവന്മാർ ഇടുന്നതെന്ന് ചോദിച്ചോണ്ട്.
പക്ഷെ ഇല്ലാത്തതൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ വിസ. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് വിളിക്കാവേ. അല്ല വിളിക്കണമെന്നില്ല, ഞാനത് പറഞ്ഞു. അതിനകത്ത് ഏത് അവനാണ് ഹെഡിങ് ഇട്ടിരിക്കുന്നത്, അതിനകത്ത് കൃത്യമായ ഒരു അച്ഛനുള്ളവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാന്യമായ ഹെഡിങ് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കമന്റ് വിട്ടിട്ടുണ്ട്. കാരണം അത് രാത്രി പിന്നെ തുടങ്ങിയ വിളിയാണ്, 8 മണിക്കൂറായിട്ട്. അതിനകത്ത് കുറെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇട്ടുതരാം, ഓരോരുത്തരെ എനിക്ക് എഴുതിയ കമന്റുകൾ. ഓക്കെ, ഞാൻ ചെന്നിട്ട് മാറ്റാം. ചെന്നിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്കും. കേട്ടോ, വിളിച്ച് നല്ല കൃത്യമായിട്ടൊരു ഡോസ് ചട്ടത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ആശാന് കാര്യം ബോധ്യപ്പെട്ടു. കാര്യം ഇങ്ങനെയൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വിളിച്ചിരുത്തി പരിഹസിക്കുക, സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ച് ചർച്ച നടത്തി എന്തോ വലിയ സംഭവമായിട്ടാണ് നടക്കുന്നത്. ഈ മഞ്ജുഷ് ഗോപാലിനെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ചില പ്രിവിലേജ് ഉള്ളത് കൊണ്ട് ഈ ചെയറിലൊക്കെ എത്തിയതാണ്. അദ്ദേഹത്തിന്റെ കരിയർ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകനാകാനായിട്ടുള്ള യാതൊരു ക്വാളിറ്റിയും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കുറ്റം പറയുന്നതല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ നിത്യ അഭ്യാസി ആനയും ചുമക്കും എന്ന് പറഞ്ഞ കണക്ക് ദൈനംദിന ഇതിലിട്ട് പഴിപ്പിച്ച് ഹർഭജൻ സിംഗ് എന്ന് പറഞ്ഞ് ബാറ്റ് പിടിക്കാൻ അറിഞ്ഞുകൂടാതെ വിറച്ചു നിന്ന ഒരു വ്യക്തി ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി അടിച്ച എന്നൊരു ചരിത്രം കൂടിയുണ്ട്. അതെങ്ങനെയാണ്? അത് നിത്യമായിട്ട് അത് ചെയ്ത് പരുവപ്പെടുന്നുണ്ടല്ലോ. അതായത് ഈ തല്ലിപ്പഴിപ്പിച്ചെടുക്കും എന്ന് പറയും, അതുപോലെ തല്ലിപ്പഴിപ്പിച്ച ഇനമാണ് ഈ മഞ്ജുഷ് ഗോപാലൊക്കെ. ചാനൽ ചർച്ചയിലൊക്കെ ഈ പക്ഷപാതിത്വം പിടിക്കുന്നതിന് ഒരു ഉളുപ്പുമില്ലാതെ ചെയ്യുന്ന പ്രവർത്തനമാണ്. അതിനെയാണ് നേരിട്ട് വിളിച്ച് ഇഞ്ചെക്ട് ചെയ്തപ്പോ നേരെ ക്യാപ്ഷനൊക്കെ മാറ്റി, അയ്യോ അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ പോയിട്ട് നോക്കാം, അങ്ങനെ നേരെ വിളിച്ച് ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ക്യാപ്ഷൻ മാറ്റുന്ന അവസ്ഥ എത്തി. അതുവരെ ശ്രീജിത്ത് പണിക്കർ സംഭവമാണ്, ശ്രീജിത്ത് പണിക്കർ സൂപ്പറാണ്, ശ്രീജിത്ത് പണിക്കരെ വലിയ സംഭവമാക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. ഇതൊക്കെയാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമുള്ള ചില ലൊട്ടുലൊടുക്ക് നമ്പറുകൾ. കാര്യം അവർ ഉദ്ദേശിക്കുന്ന ചിലരുണ്ട്, അവരെ തേച്ചുവെന്നും മറ്റുള്ളവരെ ബൂസ്റ്റ് ചെയ്തു എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് പ്രചരിപ്പിച്ച് ചിലർക്കൊരു പ്രത്യേക മൈലേജ് ഉണ്ടാക്കാൻ പരിശ്രമിച്ചു. അതിനെയാണ് ഹഫീസ് നേരിട്ട് വിളിച്ച് പൊളിച്ചു കൊടുത്തപ്പോ മാനവും മര്യാദയ്ക്ക് ഉള്ളതുപോലെ ക്യാപ്ഷൻ കൊടുത്തിടാനും, അത് അദ്ദേഹം കൊടുത്ത പല മറുപടികളും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ആരും കേൾക്കാൻ പാടില്ലല്ലോ. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഡയലോഗുകൾ മാത്രമേ പൊന്തി കേൾക്കാവൂ. ശ്രീജിത്ത് പണിക്കർ തിലോപ്പിയ മീനിന് ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ വാർത്തയാണ്. ആ തിലോപ്പിയ നിരീക്ഷകനായി മാറുമെന്ന് പറഞ്ഞാൽ അത് തിരിച്ചടിയല്ല, അത് വാർത്തയല്ല. അങ്ങനെയുള്ള ചില ഗൂഢ താല്പര്യങ്ങൾ ഹഫീസ് നേരിട്ട് വിളിച്ച് പൊളിച്ചതോടുകൂടി വാർത്ത മാറ്റിക്കൊടുക്കാൻ മഞ്ജുഷ് തയ്യാറായി. കാര്യം മഞ്ജുഷിനെ പോലുള്ളവർ തയ്യാറായില്ലെങ്കിൽ നാളെ മുതൽ ഈ കച്ചേരി നടത്താനായിട്ട് ആൾക്കാരെ കിട്ടാത്തൊരവസ്ഥയുണ്ടല്ലോ. ഭജന നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യക്കാർ വെച്ചിട്ടുള്ള ഭജനയാണെങ്കിൽ നാട്ടുകാർ കാണത്തില്ലല്ലോ. അപ്പോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ളവർ നിലപാട് പറയാൻ വന്നില്ലെങ്കിൽ ഇതിന്റെ കച്ചവടം പൂട്ടുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിന് മഞ്ജുഷ് നിർബന്ധിതനായതെന്ന് പറയേണ്ടി വരികയാണ്. വച്ച് കെട്ടിക്കൂടെ മഞ്ജുഷെ, ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണ്, നിഷ്പക്ഷമാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്തസ്സായിട്ടുള്ള പണി ചെയ്യൂ എന്ന് മാത്രമേ ഇതൊക്കെ കാണുമ്പോൾ മഞ്ജുഷിനെ പോലുള്ള അവതാരങ്ങളോട് പറയാനുള്ളൂ.